Hello everyone, welcome back to Legal Lore by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലൈസൻസിങ് ആൻഡ് അസൈൻമെന്റ് ഓഫ് ട്രേഡ് മാർക്ക്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ട്രേഡ് മാർക്ക് ലൈസൻസിങ് എന്ന് നോക്കാം. സോ ട്രേഡ് മാർക്ക് ലൈസൻസിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റുന്നത് എന്താന്ന് പറഞ്ഞാൽ, ട്രേഡ് മാർക്ക് ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ അതൊരു പെർമിഷൻ ഗ്രാന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ട്രേഡ് മാർക്ക് ഓണർ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു പെർമിഷൻ ഗ്രാന്റ് ചെയ്യാണ്. സോ ഇതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് വേറൊരു പാർട്ടിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണ് ഓണർ ഇവിടെ. അതിനാണ് നമ്മൾ ബേസിക്കലി ട്രേഡ് മാർക്ക് ലൈസൻസിങ് എന്ന് പറയുന്നത്. സോ ഇതിന് രണ്ട് ടൈപ്സ് ഉണ്ട്. അതായത് എക്സ്ക്ലൂസീവ് ലൈസൻസും ഉണ്ട്, നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസും ഉണ്ട്. ഈ എക്സ്ക്ലൂസീവ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഈ ലൈസൻസിക്ക് അതിൻ്റെ മുകളിൽ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് കിട്ടുകയാണ്. ലൈസൻസിക്ക് ആ പെർട്ടിക്കുലർ പീരീഡിൽ അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇവിടെ ഓണർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഓണറിന് പോലും ഇത് യൂസ് ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ലൈസൻസ് എന്ന് പറയുക. ഈ ലൈസൻസ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ആ ആൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആ ആൾക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് അതിൻ്റെ മുകളിൽ ലഭിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് കണ്ടെന്ന് പറയുന്നത് നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് ആണ്. നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് എന്ന് പറയുമ്പോൾ അവിടെ ലൈസൻസർ, അതായത് ഈ ട്രേഡ് മാർക്ക് ഓണർ, ഇത് ഒരാൾക്ക് മാത്രമല്ല ഗ്രാന്റ് ചെയ്യുന്നത്. അയാൾക്ക് ഇത് മൾട്ടിപ്പിൾ പാർട്ടീസിൽ, അതായത് ഒന്നിൽ കൂടുതൽ പാർട്ടീസിന് ഗ്രാന്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതിനാണ് നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസ് എന്ന് പറയുന്നത്. അവിടെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഇല്ല. ഇതിൽ പിന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഇതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവും, ഒരു ലൈസൻസിങ് എഗ്രിമെന്റ് ഉണ്ടാവും. അതിൽ കുറെ കാര്യങ്ങൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് സ്കോപ്പ്, ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, അതുപോലെ ഡ്യൂറേഷൻ, എത്ര കാലത്തേക്കാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്, അതുപോലെ ഇതിന്റെ ക്വാളിറ്റി കൺട്രോള്, ടെറിറ്റോറിയൽ ലിമിറ്റ്സ്, അതായത് ഇതിന്റെ ടെറിറ്ററി, ഇതിപ്പോൾ എവിടെ മാത്രമാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത്, ഇതിന് ഏതൊക്കെ ടെറിറ്ററിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ലൈസൻസിങ് എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡിസ്പ്യൂട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ഇത്രയും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ലൈസൻസിങ്ങിനെ പറ്റി നോക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡ് മാർക്ക് അസൈൻമെന്റ് എന്താണ് എന്നാണ്. സോ ട്രേഡ് മാർക്ക് അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ്. അതായത് ട്രേഡ് മാർക്ക് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ആ ഓണർഷിപ്പ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അത് ഒന്നെങ്കിൽ ആ ട്രേഡ് മാർക്ക് മാത്രമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ട്രേഡ് മാർക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആയിരിക്കാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇതിനും ടൈപ്സ് ഉണ്ട്. അതായത് അസൈൻമെന്റ് വിത്ത് ഗുഡ് വിൽ ഉണ്ട്, അസൈൻമെന്റ് വിത്തൗട്ട് ഗുഡ് വിൽ ഉണ്ട്. സോ ഈ അസൈൻമെന്റ് വിത്ത് ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ട്രേഡ് മാർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിസിനസിന്റെ കൂടെയാണ്. അതായത് ഇവിടെ ബിസിനസ്സും കൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനാണ് അസൈൻമെന്റ് വിത്ത് ഗുഡ് വിൽ. ആ ബിസിനസിന്റെ ഗുഡ് വില്ലും ഇവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ. സോ നെക്സ്റ്റ് പറയുന്നത് അസൈൻമെന്റ് വിത്തൗട്ട് ഗുഡ് വിൽ ആണ്. അസൈൻമെന്റ് വിത്തൗട്ട് ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ട്രേഡ് മാർക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്താണോ ആ ബിസിനസിന്റെ ഒരു പെർട്ടിക്കുലർ ട്രേഡ് മാർക്ക്, അത് മാത്രമാണ് ഇവിടെ മറ്റൊരു പാർട്ടിക്ക് ലഭിക്കുന്നത്, ആ ബിസിനസ് ലഭിക്കുന്നില്ല. അതിനാണ് അസൈൻമെന്റ് വിത്തൗട്ട് ഗുഡ് വിൽ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ വീഡിയോയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. സോ താങ്ക് യു.